ഹലോ നമസ്കാരം. ഇന്ന് പുലർച്ചെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നേ. അതിൽ അനുമോളും നെവിനും ഇനി മുതൽ സംസാരിക്കാൻ പാടില്ലെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. പണിഷ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത് ഇതിലും നല്ല ശിക്ഷ ഇനി അനുമോൾക്ക് കിട്ടാനില്ല എന്നാണ്. നെവിനും അനുമോളും സംസാരിക്കാൻ പാടുപെടുന്നുണ്ട്. പലരും അവരെ പിറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഈ ഒരു പ്രൊമോയിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസകരമായിട്ടാണ് പ്രൊമോ വന്നിട്ടുള്ളത്. അതിൽ അവസാനം അപ്പാനി അനുവിൻ്റെ പാവ തട്ടിപ്പറിക്കുന്നതും അനു കലിപ്പ് മൂഡിൽ തന്നെ അപ്പാനിയുടെ അടുത്ത് പെരുമാറുന്നതൊക്കെ പ്രൊമോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് വീടിനകത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന അനുമോൾ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ ഒറ്റപ്പെടുത്തിയതായിട്ടാണ് പലരും പറയുന്നത്. ഈ ബിഗ് ബോസ് വീടിനകത്ത് ഒരാൾ ഒരു പാവയും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അയാൾക്ക് അവിടെ വേറെ ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല കേട്ടോ. അയാൾ സ്വയം കൺവിൻസിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനിവിടെ സ്വയം ഒറ്റയ്ക്കാണ്, എനിക്കെൻ്റെ പാവം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ആ പാവയൊന്ന് എടുത്താലോ തട്ടിപ്പറിച്ചാലോ ആ വ്യക്തിക്ക് വല്ലാത്ത വിഷമം വരും. അനുവിൻ്റെ കയ്യിലുള്ളത് ആകെ ആശ്വാസം നേറുന്നത് ആ പാവ തന്നെയാണ്. ഈ രീതിയിൽ ഈ ഗെയിം കാണുമ്പോഴൊക്കെ അറിയാം ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത്. ബിഗ് ബോസ് വീടിനകത്ത് ഒരുപാട് പേര് പല സീസണിലും ഈ ഒരു വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലത്തെ തന്നെയാണ് അനുമോൾ ഇവിടെ ബുദ്ധിപരമായിട്ടൊരു സ്ട്രാറ്റജിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ ഇത് വർക്കൗട്ട് ആകുമേ. അനുമോൾ സ്വയം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്ത് നടന്നിട്ട് എനിക്കെൻ്റെ പാവ മാത്രമേ കൂട്ടിനുള്ളൂ എന്ന് ഒരു സ്ട്രാറ്റജി പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എത്രമാത്രം ഇത് വർക്കൗട്ട് ആകുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.